അതിന് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു SFX എഡിറ്റിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഓവർലേ കട്ടൗട്ട് കാണിക്കുക എങ്ങനെ നമുക്ക് സെറ്റാക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അപ്പോൾ അതിനോട് നമ്മുടെ ചാനൽ ആദ്യമേ കാണാനാണ് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ട് ബെല്ലുകൂടായിട്ട് ചോദിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ക്യാപ് കട്ട് എന്നാണ്. SFX വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു യൂസ്ഫുൾ ആണ് ക്യാപ് കട്ട് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുന്ന SFX വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഫിൽറ്ററാണ് ആവശ്യം. ഫിൽറ്റർ ആണെങ്കിൽ ഇല്ലെങ്കിൽ വീഡിയോ ഒരു ക്വാളിറ്റി കുറവ് കിട്ടും. അപ്പോൾ ആ ഫിൽറ്ററാണ് ഫസ്റ്റ് നമ്മളൊക്കെ ക്ലിപ്പ് നോക്കുന്നത്. എങ്ങനെ നമുക്കൊരു ഫിൽറ്റർ നൽകി നമ്മൾ വീട്ടിൽ ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മളൊരു കട്ടൗട്ടാണ്. അപ്പോൾ നമ്മളൊരു ഏത് SFX വീഡിയോ ചെയ്യുമ്പോൾ ഒരു കട്ടൗട്ടാണ്. അപ്പോൾ നിങ്ങളൊരു കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളൊരു വീഡിയോ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക. സ്ക്രീൻഷോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ പോകേണ്ടതെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളെ ഫോട്ടോ റൂം എന്ന് പറഞ്ഞ് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് കിട്ടും. അപ്പോൾ ഈ ഫോട്ടോ റൂമിൻ്റെ APK ആണ് നമ്മൾ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ റൂമിൽ പോയിട്ട് അവിടെ നിങ്ങൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു ഇത് കാണുന്നിടത്ത് അവിടെ നമ്മൾ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെടുക്കാം. എന്നാലും അതിൽ ഓട്ടോമാറ്റിക് നമുക്കൊരു ഒരു ഇതിലായിട്ട് ഇങ്ങനെ ഒരു ഇതുപോലെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഫോട്ടോ നിങ്ങൾ നേരെ ജസ്റ്റ് സേവ് ആക്കി കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾ സേവ് ആക്കി കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ക്യാപ് കട്ടിൽ ഒന്നും കൂടി വരാം. എന്നിട്ട് അവിടെ ജസ്റ്റ് ഓവർലേ പോലെ ഏത് ഫോട്ടോ ഒന്നും ഉണ്ടാവും. അപ്പോൾ അവിടെ ജസ്റ്റ് നോക്കിയിട്ട് ഈ ഒരു ഫോട്ടോ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഫോട്ടോ ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഒരു കറക്റ്റായിട്ടൊരു ഇവിടെ ഒപ്പിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് കീ ഫ്രെയിം കൊടുക്കാം. രണ്ട് പ്രശ്നം. ഒരു സൈഡ് ഫസ്റ്റ് നമ്മളൊരു നടു സെൻട്രലായിട്ട് ഒരു കീ ഫ്രെയിം കൊടുക്കുക. അതുപോലെ ഫസ്റ്റ് വരുന്ന ഒരു വീഡിയോയിൽ ഒരു കീ ഫ്രെയിം കൂടി കൊടുക്കാം. എന്നിട്ട് ആ വീഡിയോ ജസ്റ്റ് നിങ്ങൾ താത്താം. നടുവിലുള്ളത് അവിടെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ കട്ടൗട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി കേസ് അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്നത് വെച്ചാൽ നമ്മളെ വീഡിയോയിൽ അങ്ങനെ ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യണം. അപ്പോൾ ഒരു ചെറിയ ക്ലിക്ക് എന്ന് പറയുന്ന ഒച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ അധിക വീഡിയോയിലും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ അത് നമ്മൾ എന്തൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ SFX അത് ആഡ് ചെയ്യുന്നൊരു കുറച്ച് നല്ലൊരു നിങ്ങളെ വീഡിയോ കുറച്ച് ഒരു നല്ലൊരു രീതിയിൽ കാണാൻ നല്ല രസം ഉണ്ടാവുമായിരിക്കും. ഈ ഒരു കട്ടൗട്ട് ഈ ഒരു ട്രാൻസിഷൻ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ നല്ലൊരു രസം ഉണ്ടാവും വീഡിയോ കാണാൻ. അപ്പോൾ ട്രാൻസിഷൻ നിങ്ങൾ ഫുൾ സ്ക്രീൻ ആക്കി കൊടുത്തിട്ട് അപ്പോൾ ഈ ട്രാൻസിഷൻ എങ്ങനെ വെക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിഞ്ഞായിരിക്കുന്നു. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റയിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നല്ലൊരു വീഡിയോ ക്വാളിറ്റി വേണ്ട. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ക്ലിക്ക് നാളെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടായിരിക്കും. അതിന് ഈ ഒറ്റയടിക്കാൻ മൊത്തം ക്ലിപ്പ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നാളെ ചാനലിൽ നമ്മൾ ഒരു ശേഷം മുന്നിട്ട് ഒരു വിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ ഇതിന് ക്ലിയർ കൂട്ടുന്ന അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ. പക്ഷെ അങ്ങനത്തെ ഒരു ആപ്പിന് ഇത് നമ്മൾ ബ്ലാസ്റ്റോറുള്ള ഒരു ആപ്പിന് 4K ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്നത്. നാളെ ഈ ഒരു വീഡിയോ